എൻ്റെ അടുത്ത് പലരും ഫോൺ കോളിലൂടെ ആയിട്ടും നേരിട്ടായിട്ടും മെസ്സേജിലൂടെ ആയിട്ടൊക്കെ പലരും ചോദിച്ചൊരു ചോദ്യമായിരുന്നു. പല കാര്യങ്ങളും സിസ്റ്ററുടെ ക്ലാസ് കേൾക്കുമ്പോൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. പക്ഷേ തുടങ്ങിയ കാര്യത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു ഉന്മേഷവും ഉത്സാഹവും ഊർജ്ജമൊക്കെ അങ്ങ് പോവും. അത് പാതി വഴിയിലല്ല കുറച്ച് പോകുമ്പോൾ അതങ്ങ് വിട്ടിട്ട് പോകും. പല കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങാൻ നോക്കി, പക്ഷെ ഒന്നും ചെയ്യാനായിട്ടില്ല. പലതും തുടങ്ങി അതങ്ങനെ കിടന്നു. അപ്പോൾ തുടങ്ങി വയ്ക്കുന്ന കാര്യത്തെ നിരന്തരമായി ചെയ്തു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്, അതിനൊരു പോംവഴി പറഞ്ഞു തരുമോ എന്ന് പലരും എന്നോട് ചോദിച്ചിരുന്നു. അതുകൊണ്ട് ഇന്ന് അവർക്കെല്ലാവർക്കും വേണ്ടിയാണ് ഈ ഒരു എപ്പിസോഡ് ചെയ്യുന്നത്. ഒരു കാര്യം തുടങ്ങി വയ്ക്കുന്ന സമയത്ത് ഒരു കാര്യം തുടങ്ങണം എന്നെനിക്ക് തോന്നണമെങ്കിൽ ഒരു ഊർജ്ജം നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുമ്പോഴാണല്ലോ. ഒരു കെമിക്കൽ റിയാക്ഷൻ നോക്കിയാൽ മതി. ഹൈഡ്രജനും ഓക്സിജനും തമ്മിലതായിരിക്കുന്ന കൂടിച്ചേർന്ന് അതിൽ H2O ഉണ്ടാകുമ്പോൾ അഥവാ ജലം ഉണ്ടാകുമ്പോൾ ആറ്റങ്ങൾ പരസ്പരം അടുത്ത് വന്ന് കുറച്ചൊരു എനർജി കിട്ടുമ്പോൾ ഈ ഓക്സിജൻ ആറ്റത്തിൻ്റെ ആണെങ്കിലും ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ആണെങ്കിലും പുറത്തെ ഓർബിറ്റിൽ ഇലക്ട്രോൺ കുറച്ച് സ്പീഡായിട്ട് കറങ്ങാൻ തുടങ്ങും. ആ കിട്ടിയ എനർജി അനുസരിച്ച് അതിൻ്റെ സ്പീഡ് ഒരു ലിമിറ്റിനേക്കാൾ കൂടുതലാവുമ്പോൾ അത് പുറത്തേക്ക് തെറിക്കും. ആ പുറത്തേക്ക് തെറിക്കുമ്പോൾ ഒരു ഇലക്ട്രോൺ നെഗറ്റീവ് എനർജി നഷ്ടമായി അത് ഒരു പോസിറ്റീവ് ചാർജുള്ള അയോണായിട്ട് പരിവർത്തനമാവും. ഇതേപോലെ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും അയോണുകളാവുന്ന രണ്ട് ആറ്റങ്ങളും കൂടി ചേർന്നുകൊണ്ട് രണ്ട് ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും ചേർന്നുകൊണ്ട് ഒരു ബന്ധം ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ H2O അഥവാ HOH എന്നൊരു ബോണ്ട് ഉണ്ടാവുകയും ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് വെള്ളം ഉണ്ടാവുകയും ചെയ്യുന്നു. അതായത് ഒരു കാര്യം എനിക്ക് തുടങ്ങി വെക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് കുറച്ചൊരു ഊർജ്ജം, അതൊരു പക്ഷേ ഇത് കണ്ടിട്ട് കിട്ടിയതാവാം, അഥവാ നിങ്ങളുടെ ഉള്ളിൽ വേറെ എവിടെന്നെങ്കിലും വന്നതാവാം. ഒരു കാര്യം തുടങ്ങണമെങ്കിൽ ഒരു ഊർജ്ജം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം. ആ ഒരു ഊർജ്ജത്തിൽ തുടങ്ങിക്കഴിയുമ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഏത് കാര്യം തുടങ്ങുകയാണെങ്കിലും, ഇനി നോക്കിക്കോളൂ, ഒരു എക്സസൈസ് തുടങ്ങി വെച്ച ഒരാളാണെങ്കിൽ ആ എക്സസൈസിന് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ആ കാര്യത്തെക്കുറിച്ചതായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ബുക്കുകളോ അല്ലെങ്കിൽ മാഗസിൻസോ അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ആചാര്യ മുഖത്തുനിന്നോ അതുമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിലൂടെയോ നെറ്റിലൂടെയോ ഏതെങ്കിലും വിധത്തിൽ എന്തൊക്കെ അറിവുകൾ അതിനെക്കുറിച്ച് ശേഖരിക്കാമോ അതെല്ലാം നിങ്ങൾ ശേഖരിച്ചുകൊണ്ടേയിരിക്കണം. ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്തോറും അത് ആഴത്തിൽ ചെയ്യാനും അനുഭവിക്കാനുള്ളതായിട്ടുള്ള വാഞ്ച നമ്മുടെ ഉള്ളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കും. ഒരു ഡോക്ടർ ആവുകയാണെങ്കിലും ശരിയാണ്, അവരെപ്പോഴാണോ അതിൻ്റെ ചുറ്റും ആ ഡോക്ടർ ആവാൻ, ഒരു പെർഫെക്റ്റ് ഡോക്ടർ ആവാൻ വേണ്ട നോളജ് എന്തൊക്കെയാണോ അതിനെ കളക്ട് ചെയ്ത് പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നത്, അപ്പോഴേ ആ ഫീൽഡിലും അവർക്ക് എക്സ്പേർട്ട് ആവാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ടാണല്ലോ 5 വർഷം കൂടുമ്പോൾ ഡോക്ടർമാർക്കും അവരുടേതായിട്ടുള്ള ഒന്നുകൂടിയുള്ള റിഫ്രഷ്മെൻറ്റ് കോഴ്സുകൾ നടത്തുന്നത്. അതേപോലെ ഒരു അഡ്വക്കേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ എന്നെന്നും ഇറങ്ങുന്നതായിരിക്കുന്ന പുതിയ ലോസ് എന്താണ്, നിയമങ്ങൾ എന്തൊക്കെ വന്നു, ഏതൊക്കെ വിധികൾ വന്നു, ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒരു വക്കീൽ എന്നുള്ള നിലയ്ക്ക് എക്സ്പെർട്ടായിട്ട് ഷൈൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇങ്ങനെ ഏതൊരു മേഖലയിലും, ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡ് നോക്കിക്കോളൂ, പുതിയ സാധനങ്ങൾ എന്തൊക്കെയാണ് ഇറങ്ങുന്നതെന്നും ഏതൊക്കെ നൂതനമായിരിക്കുന്ന ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നതെന്നും ഇതെല്ലാം നിരന്തരമായിട്ട് പഠിക്കുകയും പുതിയ കൺസ്ട്രക്ഷൻസിനെ കാണുകയും അതിനെ വാച്ച് ചെയ്യുകയും അതിനുള്ളതായിട്ടുള്ള ഐഡിയ ഉണ്ടാക്കുന്ന ആളുകൾക്ക് ഒരു നല്ല ആർക്കിടെക്റ്റോ എഞ്ചിനീയറോ ഒക്കെ ആവാൻ സാധിക്കും. അതായത് ഏതൊരു കാര്യത്തിലും എത്രത്തോളം നമ്മുടെ നോളജ് കൂടുന്നുണ്ടോ അത്രത്തോളം നിങ്ങൾക്കതിൻ്റെ ചെയ്യാനുള്ളതായിട്ടുള്ള ആഗ്രഹം കൂടാൻ തുടങ്ങും. അതുകൊണ്ട് ചെയ്ത ഒരു കാര്യത്തിന് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആവശ്യം അതിന് വേണ്ടതായിരിക്കുന്ന നോളജിനെ, അറിവെന്താണോ അത് പഠനത്തിന് വേണ്ടി കൂടുതൽ സമയം കണ്ടെത്തുക. ഇനി എത്ര നിങ്ങൾക്ക് സമയമില്ലാത്ത തിരക്കിൻ്റെ ഇടയിൽ കൂടെയാണ് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് പോട്ടെ ഒരു 15 മിനിറ്റ്സ് എക്സസൈസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ബിസിയുള്ള ആളാണ് ഞാൻ, ആ സമയത്ത് ഒരു 15 മിനിറ്റ് സമയം എക്സസൈസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി വെച്ചു, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി തുടങ്ങി വെച്ചു, അതിൻ്റെ ഇടയിൽ കൂടെ അതിനെക്കുറിച്ച് പഠിക്കണം എന്ന് കൂടെ പറഞ്ഞാൽ സമയം എവിടെ നിന്ന് കിട്ടാനാ എന്നായിരിക്കാം പലരുടെ മനസ്സിലും ഇപ്പം ഉണ്ടായിട്ടുള്ള ചിന്ത. അതിനുള്ളതായിട്ടുള്ള ഉത്തമമായിട്ടുള്ള പോംവഴി എന്താണെന്ന് അറിയോ? തുള്ളി ചേർന്ന് കടലുണ്ടാകും എന്ന് നമ്മൾ പറയാറില്ലേ, അതേപോലെ എപ്പോഴൊക്കെ നിങ്ങൾക്ക് സമയം കിട്ടുന്നോ നിങ്ങളുടെ സെർച്ച് 5 മിനിറ്റ് 10 മിനിറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം, ബുക്സ് ഒന്നും പറ്റിയില്ലെങ്കിൽ അതിന് പറ്റിയ 2-3 ബുക്സ് വാങ്ങിച്ച് കൊണ്ടുവയ്ക്കുക. വെറുതെ എല്ലാം നിങ്ങൾ വായിക്കണം എന്ന് ഞാൻ പറയില്ല, മറിച്ച് നോക്കി നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് തോന്നുന്നതായിട്ടുള്ള ചാപ്റ്റർ മാത്രം വായിച്ചു നോക്കുക.
5 മിനിറ്റ് സമയം ഉണ്ടാക്കി കൊണ്ടു തുടങ്ങിയാൽ ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യും തോറും അതിന് നമുക്ക് കൂടുതൽ സമയം തന്നെത്താൻ ഉണ്ടാവും എന്നുള്ളതാണ്. സമയത്തെ ആരും ജനറേറ്റ് ചെയ്യാറില്ല, ഉണ്ടാക്കാറില്ല. അത് നമുക്ക് മാനേജ് ചെയ്യാനാണ് സാധിക്കുക. പക്ഷേ എവിടെയാണ് നമ്മുടെ സമയം പോയിട്ട് ഡെപ്പോസിറ്റ് ആവുക എന്നറിയോ? എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡിൽ. ഇൻട്രസ്റ്റ് എവിടെ നിന്നാണ് ഉണ്ടാവുക? വെള്ളാരങ്കല്ലും കൽക്കണ്ടവും രണ്ടും വെച്ചിട്ട്. ഇത് കൽക്കണ്ടാണെന്ന് പറയുമ്പോൾ കഴിക്കാനുള്ള ആഗ്രഹം ആർക്കാണ് ഉണ്ടാവുക? കഴിച്ചു ശീലമുള്ളവർക്ക്. അല്ലാത്തവരെന്താ പറയുക? ഓ ഇത് കല്ലായിട്ട് കാണണ്ടല്ലോ, കഴിച്ചാൽ വായിൽ തൊലി പൊട്ടുമോ എന്ന് വരെ ആൾക്കാർ പേടിച്ചു പോകും. അതുകൊണ്ട് കഴിക്കുമ്പോഴേ അതിൻ്റെ ടേസ്റ്റ് അറിയൂ. ടേസ്റ്റ് അറിയുമ്പോഴേ വീണ്ടും വീണ്ടും കഴിക്കണമെന്ന് തോന്നുള്ളൂ. എല്ലാ കാര്യം തന്നെയാണ് വിധി. അതുകൊണ്ട് ആദ്യം ഒരല്പം ഒരു 5 to 10 മിനിറ്റ്സ് ആ കാര്യത്തിന് വേണ്ടി ഒന്ന് നോളജ് അക്വയർ ചെയ്യാൻ വേണ്ടി അഥവാ പഠിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുക. ആ പഠനം നിങ്ങൾ പ്രാക്ടിക്കൽ അപ്ലൈ ചെയ്ത് നോക്കുക. അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ പഠിക്കണം തോന്നിപ്പോവും. അങ്ങനെ ഒരു കാര്യത്തിലതായിട്ടുള്ള അറിവ് എത്ര വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ, അറിവ് പ്ലസ് പ്രാക്ടിക്കൽ, നോളജ് പ്ലസ് പ്രാക്ടിക്കൽ. ഓൺലി നോളജ് അല്ല, ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് അറിഞ്ഞു മനസ്സിലാക്കി അതിലെത്ര പെർസെൻറ്റേജ് പ്രാക്ടിക്കലാക്കാൻ പറ്റുമോ അത്ര പെർസെൻറ്റേജ് അന്ന് പ്രാക്ടിക്കലാക്കുക. അപ്പോൾ പിറ്റേ ദിവസം നമുക്കതിനൊരു സ്പെഷ്യാലിറ്റി നമുക്ക് തോന്നും, പിന്നെയും കൊണ്ടുവരണം തോന്നും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയോ? ഞാനൊരു ഹസ്ബൻഡ് വൈഫിൻ്റെ കഥ ഓർത്ത് പോവുകയാണ്. ഒരാളുടെ കല്യാണം കഴിഞ്ഞു, ഭാര്യ വീട്ടിൽ വന്നു, അടുക്കളയിൽ കയറി. പിറ്റേ ദിവസം രാവിലെ നല്ല സൂപ്പർബായിട്ടുള്ള സോഫ്റ്റ് ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാക്കി. ഇഡലിയും സാമ്പാറും കഴിച്ചപ്പോൾ അയാൾ വിചാരിച്ചു പോയി, എന്നെപ്പോലെ ഭാഗ്യശാലി ലോകത്ത് ആരുമില്ല, ഇത്ര ടേസ്റ്റായിട്ട് കുക്ക് ചെയ്യാൻ അറിയുന്ന എൻ്റെ വൈഫ് എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്ന്. ഓഫീസിൽ ചെന്നു അയാൾ. ഫ്രണ്ട്സ് ചോദിച്ചു, എങ്ങനെയുണ്ട് നിൻ്റെ വൈഫ്? പറയാതിരിക്കാൻ പറ്റില്ല, എനിക്ക് അത്ര സൂപ്പർ ടേസ്റ്റിയസ്റ്റാണ് അവളുടെ കുക്കിംഗ് എന്ന് പറഞ്ഞു. അത്ര നല്ല ടേസ്റ്റി സാമ്പാർ ഇഡ്ഡലിയും കഴിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഉച്ചയ്ക്ക് അയാൾക്ക് തിരക്കായിരുന്നു അത്ര വീട്ടിൽ പോകാനായിട്ട്. എന്തൊക്കെയാണ് അവ ഉണ്ടാക്കി വെച്ചത് എന്ന് വിചാരം. ചെന്ന് നോക്കുമ്പോൾ ഉച്ചയ്ക്കും അതെ ഇഡ്ഡലിയും, നല്ല ചൂടുള്ള ഇഡ്ഡലിയും സാമ്പാറും. സൂപ്പർ ടേസ്റ്റി അല്ലേ? ഇന്ന് വേണമെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് സമയം കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണെന്ന് വിചാരിച്ച് അയാൾ ആ ഇഡ്ഡലിയും സാമ്പാറും അങ്ങ് കഴിച്ചു. വൈകുന്നേരം ചെല്ലുമ്പോൾ വിചാരിച്ചു ഇന്ന് എന്തോ സ്പെഷ്യൽ വൈഫ് ഉണ്ടാക്കിയിട്ടുണ്ടാവും, കഴിക്കാനുള്ള കൊതിയും കൊണ്ട് ചെല്ലുകയാണ്. പക്ഷേ വൈകുന്നേരം ചെന്നപ്പോഴും എന്താ കഥ എന്നറിയോ? ദ സെയിം ഇഡ്ഡലി സാമ്പാർ. കുറച്ചൊരു മനസ്സിനൊരു മടുപ്പൊക്കെ തോന്നി. ഇതെന്താ 3 നേരം ഇഡ്ഡലി സാമ്പാർ ഉണ്ടാക്കുന്നത്? എന്നാലും പുതിയ ഭാര്യയല്ലേ, എന്താ ചെയ്യുക, പറഞ്ഞാൽ പിണങ്ങിയാലോ എന്ന് വിചാരിച്ചാലൊന്നും മിണ്ടിയില്ല. പിറ്റേ ദിവസം രാവിലെ വീണ്ടും അയാൾ ഡൈനിങ് ടേബിളിലെത്തി. അപ്പോഴും ആവി പറക്കുന്ന ആഹാരം മേശപ്പുറത്തുണ്ട്. നോക്കുമ്പോൾ ദ സെയിം ഇഡ്ഡലി സാമ്പാർ. അപ്പോൾ അയാൾ പോകുമ്പോൾ വൈഫിനോട് പറഞ്ഞു, എനിക്കിന്ന് ഓഫീസിൽ കുറച്ച് തിരക്ക് കൂടും കേട്ടോ, അതുകൊണ്ട് ഉച്ചയ്ക്ക് ഉണ്ണാൻ വരാൻ പറ്റില്ല, നീ കഴിച്ചേക്ക്, ഞാൻ വൈകുന്നേരം വന്ന് കഴിക്കാം. അങ്ങനെ ഉച്ചയ്ക്ക് അയാൾ ഒരു വിധത്തിൽ ക്യാൻറ്റീനിൽ നിന്ന് ആഹാരം കഴിച്ചിലാക്കി. വൈകുന്നേരം അയാൾ വീണ്ടും വന്ന് നോക്കുമ്പോൾ മേശപ്പുറത്ത് നല്ല ചൂടുള്ള ആഹാരം, ദ സെയിം ഇഡ്ഡലി സാമ്പാർ. പിറ്റേ ദിവസം രാവിലെ നോക്കുന്നു, ദ സെയിം ഇഡ്ഡലി സാമ്പാർ. അപ്പോൾ അയാൾ എന്താ ചെയ്തു? രാവിലെ ആഹാരം ഇഡ്ഡലി സാമ്പാർ ടേസ്റ്റി ആയിട്ട് കഴിച്ചു. പോകുമ്പോൾ പറഞ്ഞു, ഇന്ന് കുറച്ച് ലേറ്റാവും ഞാൻ വരുമ്പോൾ കേട്ടോ, എനിക്ക് ഒരുപാട് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്, നീ രാത്രി കഴിച്ച് കിടന്നോ, എന്നെ വെയിറ്റ് ചെയ്യണ്ട പറഞ്ഞു. അങ്ങനെ 2-3 ദിവസമായി രാവിലെ ഇഡ്ഡലിയും സാമ്പാറും കഴിക്കാൻ ആൾ പോവും. രാത്രി 11 മണിക്കൊക്കെയാണ് വീട്ടിൽ വന്ന് കയറുന്നത്. ഈ വൈഫ് ഒറ്റയ്ക്കായി, പുതിയ പെൺകുട്ടി കല്യാണം കഴിച്ച് കൊണ്ടിട്ടേ ഉള്ളൂ. ആകെ വിപ്ലവമായി. അമ്മോട് പറയുന്നു, അച്ഛനോട് പറയുന്നു, പിണങ്ങുന്നു, കരയുന്നു. ആൾക്കാർ വന്ന് കൂടി കാര്യം ചോദിച്ചു. ഇയാൾ പറഞ്ഞു, ഞാനിപ്പോൾ എന്താ ചെയ്യുക? രാവിലെ ഇഡ്ഡലി, ഉച്ചയ്ക്ക് ഇഡ്ഡലി, വൈകുന്നേരം ഇഡ്ഡലി, എത്ര ദിവസമായി ഇഡ്ഡലി കഴിക്കുക? അതുകൊണ്ട് ഞാനൊരു ചേഞ്ച് ആക്കാൻ വേണ്ടി, വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയിട്ട് തിരക്കാക്കി പോയെന്നേ ഉള്ളൂ, അല്ലാണ്ട് വേറൊന്നുമില്ല കേട്ടോ. ഇത് തന്നെയാണ് നമ്മുടെ ഈ മനസ്സിൻ്റെ ശീലം. ഒരേ കാര്യത്തിന് യാതൊരു മാറ്റവും ഇല്ലാതെ സെയിം ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സും പറയും, മതി ഇഡ്ഡലി സാമ്പാർ, ഇന്ന് കഴിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് പറയും. അപ്പോൾ നമുക്ക് എക്സസൈസ് ചെയ്യാൻ മടി വരും. മടി വന്നാലോ ചെയ്യാതിരിക്കാനുള്ള ഒരു 100 കാരണം നിങ്ങൾ കണ്ടെത്തും. അതുകൊണ്ട് ആ 100 കാരണങ്ങൾ വരാൻ തുടങ്ങും. എക്സസൈസ് ചെയ്യില്ല. എന്തൊരു കാര്യം നിങ്ങൾ തുടങ്ങി വയ്ക്കാൻ ആഗ്രഹിച്ചു അതൊന്നും നിങ്ങളെ കൊണ്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അതിനർത്ഥം ഒന്ന്, നിങ്ങൾക്കതിൻ്റെ ഊർജ്ജം നഷ്ടമായി പോവുക. എന്തുകൊണ്ട് ഊർജ്ജം നഷ്ടമായി? എപ്പോഴും ഒരു ക്രിയേറ്റിവിറ്റി, ഒരു ന്യൂനെസ്, ഒരു പുതുമ, അത് മാത്രമേ നമുക്ക് രസിക്കാനായിട്ട് നമ്മുടെ മനസ്സിന് സാധിക്കുള്ളൂ. അപ്പോൾ ഒരു കാര്യം രസിച്ച് ചെയ്താൽ മാത്രമേ അതിനെ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുള്ളൂ. കഷ്ടപ്പെട്ട് ചെയ്താലുണ്ടല്ലോ അത് വളരെ വേഗം നിങ്ങൾ നിർത്തിക്കളയും. അതുകൊണ്ട് കാര്യത്തിൽ രസിക്കാൻ പറ്റണമെങ്കിൽ പുതുമ കൊണ്ടുവരണം. എന്നുവെച്ചാൽ ന്യൂ ആപ്ലിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കണം. ഏത് ആപ്ലിക്കേഷൻ, എവിടുന്ന് ഞാൻ കൊണ്ടുവരും ആപ്ലിക്കേഷൻ, അതിനുവേണ്ടി നമ്മൾ കുറച്ച് സമയം പഠിക്കാനായിട്ട് കണ്ടെത്തണം. പിന്നെ ചിലരുണ്ട് വായിക്കും, പഠിക്കും, അറിയും ഒക്കെ ചെയ്യും. പക്ഷേ ഇന്ന് ഞാൻ ചെയ്യുന്നില്ല,
2 ദിവസം കഴിയട്ടെ എന്നിട്ട് നോക്കാം എന്ന് പറയും. നിങ്ങൾ ആ സമയത്ത് വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവണ ഇൻട്രസ്റ്റ് 2 ദിവസം കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് അഭിനഹീൻ തു കഭിനഹി എന്നാ പറയുക, ഇപ്പോഴില്ലെങ്കിൽ എപ്പോഴുമില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് ഇപ്പോൾ ചെയ്യുന്ന കാര്യം, ബുദ്ധിമാന്മാർ നാളെ ചെയ്യേണ്ട കാര്യം കൂടി ഇപ്പോൾ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇപ്പം തന്നെ ചെയ്തില്ലെങ്കിലും ഇന്നത്തെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ, ഇന്ന് ഞാൻ വായിച്ചറിഞ്ഞ പഠിച്ചറിഞ്ഞ അറിവിനെ ഇന്ന് തന്നെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്നും പുതുമ നമ്മുടെ ആക്ടിവിറ്റിയിൽ വന്നുകൊണ്ടിരിക്കും. പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പ്രാക്ടിക്കലാക്കും തോറും മനസ്സിന് അതിൽ ഇൻട്രസ്റ്റ് ജനിച്ചുകൊണ്ടിരിക്കും. കണ്ടിന്യൂസ് ആയിട്ടുള്ള എനർജി ലെവൽ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഏതൊരു കാര്യം എടുത്താലും അതിനെ പെർഫെക്റ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് അങ്ങനെയെല്ലാം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം. ഓം ശാന്തി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനായി നിങ്ങളുടെ മൊബൈൽ സ്ക്രീനിൽ യൂട്യൂബ് എന്ന ആപ്ലിക്കേഷൻ തുറന്ന് അതിൻ്റെ മുകളിൽ സെർച്ച് ബാറിൽ BK സ്പേസ് ഷീബ എന്ന് ടൈപ്പ് ചെയ്യുക. അതിൽ BK ഷീബ എന്ന ചാനൽ ക്ലിക്ക് ചെയ്യുക. അതിൽ സബ്സ്ക്രൈബ് എന്ന ചുവന്ന നിറത്തിലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ വലതുവശത്ത് പ്രത്യക്ഷപ്പെടുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിലൂടെ നിങ്ങൾക്ക് ഞങ്ങളിവിടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അതേ സമയം നോട്ടിഫിക്കേഷൻ മൊബൈലിൽ ലഭിക്കാനും വീഡിയോ കാണാനും സാധിക്കുന്നതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഓരോരുത്തർക്കും നന്ദി.